26 മണിക്കൂർ പിന്നിടുകയാണ് ഒരു 13 വയസ്സുകാരിയെ കാണാതായിട്ട്. അത് വീട്ടിൽ നിന്ന് അമ്മയോട് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയി എന്നത് പറയുന്നതൊന്നും ആ കുട്ടി കാണാമറയത്ത് നിൽക്കുന്നതിന് ന്യായമല്ല. അപ്പോൾ അതിനെ തിരിച്ചുകൊണ്ട് വരേണ്ടതുണ്ട്. എവിടെയാണെന്ന് അറിയില്ല. ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ സൂചനകൾ കിട്ടുന്നില്ല. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ ആ CCTV ദൃശ്യങ്ങൾ വലിയ പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു അതിൻ്റെ പരിശോധനയിൽ. പക്ഷേ അത് വളരെ വിശദമായി തന്നെ പരിശോധിച്ചെന്നാണ് അറിയാൻ കഴിയുന്നത്. 6 പ്ലാറ്റ്ഫോമുകളാണ്, വളരെ നീളൻ പ്ലാറ്റ്ഫോമുകളുള്ള വലിയ റെയിൽവേ സ്റ്റേഷനാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. ഇതിനോടകം തന്നെ വളരെ വിശദമായി തന്നെ ഈ പ്ലാറ്റ്ഫോമുകളെ, ഈ കുട്ടി വന്നിരിക്കാനിടയുള്ള അല്ലെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തെ ട്രെയിനുകളുടെയൊക്കെ CCTV പരിശോധിച്ചു. അതിനിടയിൽ ഈ കുട്ടി കന്യാകുമാരിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമയത്തെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടായി. ആ ദിബ്രുഗഡ് എക്സ്പ്രസ് വരുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആശയക്കുഴപ്പം പരിഹരിക്കാൻ അതിൻ്റെ സമയം കൃത്യമായി തന്നെ നോക്കി. പലയാവർത്തി നോക്കിയിട്ടും ആ CCTV ദൃശ്യങ്ങളിൽ നിരാശയാണ് ഫലം. ഷഫീർ മണ്ണാർക്കാട് എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നത്, ഹാഷ്മി കുട്ടിയെ കണ്ടത് ഏത് ക്ലാസ്സിലാണ്? സ്ലീപ്പർ സെക്കൻഡ് സിറ്റിംഗ് കണ്ടിട്ട് സ്ലീപ്പർ പോലെ തോന്നുന്നു, എനിക്കോ തോന്നി അത് റിസർവേഷൻ ടിക്കറ്റ് ഇല്ലാതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ പക്കലുള്ളത് 40 രൂപയാണെങ്കിൽ റിസർവേഷൻ സഞ്ചരിക്കാൻ കഴിയില്ല. അപ്പോൾ TT വരുന്നതുമായി ബന്ധപ്പെട്ട് വല്ല ടോയ്ലറ്റ് ബോഗിയിൽ കയറിയിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. പാറശാല കഴിഞ്ഞ് നാഗർകോവിലിനിടയിലുള്ള മറ്റേതെങ്കിലും സ്റ്റേഷനിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയില്ല. അങ്ങനെ കുട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ഈ ബസ്സുകൾ സൗജന്യമാണ് പെൺകുട്ടികൾക്ക്, അതിൽ കയറാം, എങ്ങോട്ട് വേണമെങ്കിൽ പോകാം. അപ്പോൾ അവിടെ തിരയേണ്ടത് തമിഴ്നാട് പോലീസാണ്. ഇനി തീവണ്ടിക്കുള്ളിലാണെങ്കിൽ തീവണ്ടിക്കുള്ളിൽ തിരയേണ്ടത് റെയിൽവേ പോലീസാണ്. അപ്പോൾ കേരള പോലീസിൻ്റെ ഈ സംഘം കൊണ്ട് മാത്രമല്ല, എല്ലാവരെയും സംയോജിപ്പിച്ചുള്ള വളരെ വിപുലമായ ഏകോപിപ്പിച്ച കുറച്ചുകൂടി മാസീവായ വലിയ സെർച്ച് ഈ വിഷയത്തിൽ അനിവാര്യമായി വരും. ഇപ്പോഴും ആ മേഖലയിൽ ഈ ചിത്രം കാണിച്ചുള്ള പരിശോധന നടക്കുകയാണ്. പക്ഷേ ചിത്രം കാണിച്ചുള്ള പരിശോധന ഇനി എത്രത്തോളം അർത്ഥമുണ്ടെന്നുള്ള കാര്യം അറിയില്ല. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പം നമുക്ക് മുന്നിൽ ഒരു ബ്ലാക്കാണ് എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്, പ്രത്യേകിച്ച് യാതൊരു സൂചനയും വരും. നമ്മളങ്ങനെ കന്യാകുമാരി പോലൊരു മഹാനഗരത്തിൽ അല്ലെങ്കിൽ ചെന്നൈ പോലൊരു മഹാനഗരത്തിൽ ഇങ്ങനെ എവിടെയെന്നറിയാതെ കാടടച്ച പരിശോധന ഏതാണ്ട് പരിശോധിക്കാമെന്നല്ലാതെ അത് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടുമെന്നല്ലാതെ അതൊരു ശാസ്ത്രീയമല്ല. വേണ്ടതൊരു ലീഡാണ്. ആ ലീഡിലേക്ക് എത്രത്തോളം പ്രതീക്ഷയോടെയാണ് പോലീസ് കാത്തിരിക്കുന്നത് ഷഫീദ്? ആ ലീഡ് എന്നുള്ളത് CCTV ആയിരുന്നു. ആ CCTV, അതായത് കന്യാകുമാരിയിലെ CCTV ആയിരുന്നു. ആ CCTVയിൽ ഈ പെൺകുട്ടി കന്യാകുമാരിയിൽ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള അല്ലെങ്കിൽ ഉണ്ട് എന്നത് പോലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ കാര്യമെന്ന് പറയുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ച ഇപ്പോൾ തിരുവനന്തപുരത്ത് ചില യോഗങ്ങൾ ചേരുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ യോഗങ്ങൾ ചേരുന്നുണ്ട്. പാറശാലയ്ക്കപ്പുറം കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് നിർണായകം. അതിൽ നമ്മൾ ആവർത്തിച്ച് മുൻപ് തൊട്ട് പറഞ്ഞത്, ഇടയ്ക്കെപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ കുട്ടി ഇറങ്ങാനുള്ള സാധ്യത അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതിന് പലവിധം, മുൻപ് ആ പ്രേക്ഷകൻ കമന്റ് ചെയ്തതുപോലെ പലവിധത്തിലുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ കൂടി പരിശോധിച്ച് ആ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അതിൽ ഈ കളിക്കോളൊക്കെ പിന്നിട്ട് കഴിഞ്ഞാൽ കുഴിത്തുറ, ഇരണിയൽ, നാഗർകോവിൽ, ഈ 3 പോലീസ് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വിശദമായ ഒരു അന്വേഷണം ഈ ഘട്ടത്തിൽ നമുക്ക് വേണം. മാത്രമല്ല അവിടെയൊക്കെ ആ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ പ്രത്യേകത, ഇപ്പം നാഗർകോവിൽ മുൻപ് വിജയകുമാർ സൂചിപ്പിച്ചുള്ള വലിയൊരു സ്റ്റേഷനാണ്. തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, അതും വളരെ വലുതാണ്. അവിടെ ഈ പെൺകുട്ടിക്ക് ആവശ്യമെങ്കിൽ യാത്ര ചെയ്ത് മറ്റ് ഗ്രാമങ്ങളിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ആ പെൺകുട്ടി പാനിക്കായിരിക്കാം. അപ്പോൾ എന്ത് വേണമെങ്കിലും അവിടെ സംഭവിക്കാം. ആ സാധ്യത നമ്മൾ മുന്നിൽ കാണണം. അതിന് നമുക്ക് നിലവിലിപ്പോൾ നാഗർകോവിൽ മാത്രമാണ് തമിഴ്നാട് പോലീസിന്റെ ഒരു സ്ക്വാഡ് ചില പരിശോധനകളും തിരച്ചിലും ഒക്കെ നടത്തുന്നത്. മറ്റ് 2 സ്ഥലങ്ങൾ, അത് ഈ ഞാൻ കേരളത്തിൽ തന്നെ എത്തിയിട്ട് 1 മാസം ആവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ മേഖലയൊന്നും ആ കുട്ടിക്ക് അറിവില്ലാത്ത മേഖലയാണ്. അപ്പോൾ അങ്ങനെ വലിയ ലോകപരിചയമില്ലാത്തൊരു പെൺകുട്ടി 26 മണിക്കൂറിന്റെ പോലീസ് തെരച്ചിലും നമുക്ക് ഒരു സൂചനയും കിട്ടുന്നില്ല എന്നുള്ളത് കുറച്ച് വിചിത്രമല്ലേ ഷഫീദ്? വിചിത്രവും അതേപോലെ തന്നെ ആശങ്കയുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇക്കാര്യത്തിൽ കേരള പോലീസ് ചെയ്യാൻ കഴിയാവുന്ന കുറച്ചധികം കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെയുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ അവരുടെ ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് ഈ കേസ് കിട്ടുന്നതെങ്കിൽ കൂടി അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെ ബ്രേക്ക് ത്രൂ ആയത് അത് ഭവിതയുടെ ഇതുമായി ബന്ധപ്പെട്ട ഭവിത എടുത്ത ഫോട്ടോ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ലീഡ്, അതിൽ ഏറ്റവും സുപ്രധാനം തമ്പാനൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുട്ടി കയറിപ്പോയി എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഏതെങ്കിലും തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ കിട്ടിയിട്ടുള്ളത് ആകെ ഭവിത എടുത്ത ഫോട്ടോ മാത്രവും പാറശാല വരെ കുട്ടി സഞ്ചരിച്ചു എന്നുള്ള സ്ഥിരീകരണവും മാത്രവുമാണ്. നമ്മളെ സംബന്ധിച്ച ഇന്നത്തെ ഇത്രയും സമയം, അതായത് ഇപ്പോൾ ഈ 12:30 ആകുന്നു, ഇത്രയും സമയം രാവിലെ 7 മണി മുതൽ 7 മണിക്ക് 7 മണി 7:30 കേരള പോലീസ് കന്യാകുമാരിയിൽ എത്തുന്നു. അവർ ഈ ബീച്ച് സൈഡിലടക്കം പരിശോധന നടത്തി. കന്യാകുമാരി ടൗണിൽ അപ്പാടെ പരിശോധനയും തിരച്ചിലും
പരിശോധനയും ഒക്കെ നടത്തി. പക്ഷെ അപ്പോഴൊന്നും റിസൾട്ട് പോസിറ്റീവ് അല്ല. ഏതെങ്കിലും തരത്തിൽ തുമ്പോ എന്തെങ്കിലും ലീഡോ ലഭിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴേക്കും നമ്മളൊരു സമാന്തര ആക്ഷൻ, ഒരു കൗണ്ടർ ആക്ഷൻ അക്കാര്യത്തിൽ പ്ലാൻ ചെയ്യണമായിരുന്നു. നമ്മൾ വീണ്ടും ഈ CCTVക്ക് മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ വന്ന ആദ്യ ബൈറ്റ് ഇവിടുത്തെ RPF ഉദ്യോഗസ്ഥന് എടുക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. അത് ഇന്നലെ 3:30 ഈ കുട്ടി എത്തിയെന്ന് തെളിയിക്കാൻ കഴിയുന്നൊന്നും ഞങ്ങളുടെ CCTVയിൽ ഇല്ല. അതിനുശേഷം ഞങ്ങൾ വലിയ പരിശോധനയൊക്കെ നടത്തിയതാണ്. അവിടെയും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ആകെയുള്ളൊരു വിവരം അത് ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ ബൈറ്റാണ്. അദ്ദേഹത്തോട് ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു കുട്ടിക്ക് സാദൃശ്യമുള്ളൊരു കുട്ടി ഉണ്ട് എന്ന്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുന്നത്. നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം കളിയിക്കവളിൽ നിന്ന് നാഗർകോവിലേക്ക് കേരള പോലീസിന്റെ ഒരു സംഘം അവരുടെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടി യാത്രയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാഗർകോവിൽ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണവും നമ്മൾ ഈ പറഞ്ഞ മറ്റ് 2 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം വേണം. കുട്ടി എവിടെ ഇറങ്ങി എന്നുള്ളതാണ് നമുക്കിനി കണ്ടെത്തേണ്ടത് എന്ന് തോന്നുന്നു. കാരണം വിവരങ്ങൾ നൽകുന്നത് ഇപ്പോൾ വരുന്ന വാർത്ത കൂടുതൽ ഇടങ്ങളിലേക്ക് CCTV പരിശോധനകൾ വ്യാപിക്കാനാണ് പോലീസിന്റെ നീക്കം. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെയും പരിസരത്തെയും CCTVകളിൽ ഇതുവരെയുള്ള പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയില്ലെന്ന് ഷെഫീദ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. മാർത്താണ്ഡം, കളിയിക്കാവിള തുടങ്ങി പാറശാല വരെയുടങ്ങളിലെ CCTV പോലീസ് സംഘം തിരിഞ്ഞ് വിശദമായി പരിശോധന നടത്തുമെന്ന് കഴക്കൂട്ടം പോലീസ് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിലും തമിഴിലും മിസ്സിംഗ് കാർഡ് അടിച്ചിറക്കാനും കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ P. നിയാസ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വിപുലമായി തമിഴ്നാട് പോലീസിന്റെയും റെയിൽവേ പോലീസിന്റെയും ഒക്കെ സഹകരണത്തോടു കൂടി കൂടുതൽ സേനാംഗങ്ങളെ ഇറക്കിക്കൊണ്ട് കുറച്ചുകൂടി മാസീവായ ഏകോപനത്തിൽ ഒരു ഏകോപന കമ്മിറ്റി പോലെ അല്ലെങ്കിൽ ഒരു ഏകോപന പോയിന്റ് പോലെ ഒരു സംവിധാനം ഉണ്ടാക്കിയുള്ള തിരച്ചിൽ തുടങ്ങാനുള്ള സമയമാകുന്നുണ്ട്. കാര്യം 26 മണിക്കൂറിൽ നമുക്ക് കന്യാകുമാരിയിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ പാറശാലയിൽ നിന്ന് കിട്ടിയ ഒരൊറ്റ ഫോട്ടോ ഒഴിച്ചതിനപ്പുറം ഏതെങ്കിലും തരത്തിലൊരു സൂചന കിട്ടുന്നില്ലെങ്കിൽ അത് ആശങ്കാജനകമാണ്. അവ 13 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ്. പല നമ്മുടെ ഈ കാലമാണ്. അപ്പോൾ പല രീതിയിലുള്ള അപകടാവസ്ഥയിലേക്കോ ആശങ്കയിലേക്കൊക്കെ പോകാൻ ഇടയുണ്ട് എന്നുള്ള ആശങ്കയിൽ നിൽക്കുമ്പോൾ ഇനി ആ പരിശോധന ഏതെങ്കിലും കുറച്ച് പോലീസ് സംഘങ്ങളിൽ മാത്രം ഒതുങ്ങിയാൽ മതിയാകില്ല. കുറച്ചുകൂടി ഏകോപനത്തോടെ ഒരുപക്ഷെ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന വലിയ ഒരു മിഷനിലേക്ക് പോകാൻ സമയമാകുന്നുണ്ട്.